എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു സാധാരണക്കാരൻ്റെ കയ്യിലൊതുങ്ങുന്ന രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള മനോഹരമായൊരു വീടിൻ്റെ വിശേഷങ്ങളാണ്. ഇർഷാദ് ആൻഡ് ഫാമിലിൻ്റേതാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട്. 10 സെൻറ്റ് പ്ലോട്ടിൽ 1200 സ്ക്വയർ ഫീറ്റിൽ ഒറ്റ നിലയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗോൾഡൻ ചാൻസ് ആണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി ചെയ്തിട്ടുള്ളത്. അവരെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ആണിത്. GIയിൽ CNC കട്ടിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഗേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ചെറിയൊരു ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് കൂടെ ഉണ്ട്. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് ആണിത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എലിവേഷനിൽ പില്ലറിലും ഒക്കെ ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാർ പോർച്ച് സിറ്റ് ഔട്ടിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നേരെ കാർ പോർച്ചിലോട്ടാണ്. ഇവിടുത്തെ സിറ്റ് ഔട്ടിലോട്ട് നമ്മൾ കയറുമ്പോൾ സ്റ്റെപ്സിലൊക്കെ ലപ്പോത്തറ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇവിടെ കാർ പോർച്ചിലാണെങ്കിലും ടൈലാണ് നൽകിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിലോട്ട് നമ്മൾ കയറുമ്പോൾ ഇവിടുത്തെ ഈ ഒരു വാള് കംപ്ലീറ്റ്ലി ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ടൈൽ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് എലിവേഷനിൽ കൂടുതൽ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോറും അതിനോട് ചേർന്നിട്ടുള്ള വിൻഡോസുമാണ് ഈ കാണുന്നത്. മെയിൻ ഡോറും വിൻഡോസൊക്കെ ഇവിടെ വുഡിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറ് കടന്ന് ചെല്ലണത് തന്നെ ഇവിടുത്തെ ലിവിങ് സ്പേസിലോട്ടാണ്. നേരെ കാണുന്ന വോളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോർണറിലായിട്ട് ഒരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഫർണിച്ചർ കംപ്ലീറ്റ്ലി പുത്തനത്താണി സ്റ്റൈലോന്നാണ് മേടിച്ചിട്ടുള്ളത്. മെയിൻ ഡോറ് ഓപ്പൺ ആക്കി ഉള്ളിലേക്ക് കയറുമ്പോഴത്തെ നേരെ കാണുന്ന ഒരു വോളാണ് ഇത്. ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഷോപ്പീസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഫ്ലോർ കംപ്ലീറ്റ്ലി ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇടയിൽ ഇങ്ങനെ അപ്പോക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലിവിങ് സ്പേസിൽ നിന്ന് നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലോട്ടാണ്. 6 ചെയറോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫർണിച്ചർ ഷോപ്പിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ്. ഇവിടെ ഒരു TV യൂണിറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസിന്റെ ഭാഗം, സ്റ്റെയർ കേസിന്റെ ഭാഗമൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടേക്ക് ഇങ്ങോട്ട് കിടക്കുന്ന ഭാഗത്തായിട്ട് ഒരു വുഡൻ കളർ പെയിന്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് വാള് ലാറ്ററൈറ്റ് ക്ലാഡിംഗ് ടൈൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു മിററൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ഭാഗവും ഒരു ബെഡ്റൂമിന്റെ സ്പേസും ഇവിടെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബെഡ്റൂമിലേക്കുള്ള ഡോറൊക്കെ റെഡിമെയ്ഡ് ആണ്. 12x12 സൈസിൽ വരുന്ന ബെഡ്റൂമാണ്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ അതന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ്. ബെഡ്റൂംസ് എല്ലാം അറ്റാച്ച്ഡ് ആണ്. സെക്കൻഡ് ബെഡ്റൂമും കോമൺ ടോയ്ലറ്റും കിച്ചണും ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന കോമൺ ടോയ്ലറ്റ് ഉണ്ടല്ലോ, അതിന് 2 യൂസസ് ആണ് കേട്ടോ ഉള്ളത്. ഇവിടെയും ഡോറ് നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് അവിടെയും ഡോറ് നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ. ബെഡ്റൂമിലേക്കുള്ള ഡോറൊക്കെ റെഡിമെയ്ഡ് ആണ്. 12x12 സൈസിൽ വരുന്ന ബെഡ്റൂമാണ്. റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് ആണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ അതന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതാണ്. ബെഡ്റൂംസ് എല്ലാം അറ്റാച്ച്ഡ് ആണ്. സെക്കൻഡ് ബെഡ്റൂമും കോമൺ ടോയ്ലറ്റും കിച്ചണും ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൂടെ നൽകിയിട്ടുണ്ട്. ഈ
കാണുന്ന കോമൺ ടോയ്ലറ്റ് ഉണ്ടല്ലോ, അതിന് 2 യൂസസ് ആണ് കേട്ടോ ഉള്ളത്. ഇവിടെയും ഡോറ് നൽകിയിട്ടുണ്ട്. ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് അവിടെയും ഡോറ് നൽകിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെയെന്ന്. ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഈ ഡോറ് ക്ലോസ് ചെയ്ത് ലോക്ക് ചെയ്യണം. അതല്ല നമ്മൾ ഹാളിൽ നിന്ന് കോമൺ ടോയ്ലറ്റ് ആണ് ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ബെഡ്റൂമിൽ നിന്നുള്ള ഡോറ് ക്ലോസ് ചെയ്തിട്ട് നല്ലോണം ലോക്ക് ചെയ്യണം. അപ്പോൾ അത് 2 ഡോറും കണ്ടില്ലേ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ബെഡ്റൂമിൽ ഈ ഡോറ് ലോക്ക് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നിങ്ങൾക്ക് എന്താണോ ഇതിന് തോന്നിയത് അതിനെക്കുറിച്ചൊന്ന് പറയണേ. നേരത്തെ കണ്ട അതേ ബെഡ്റൂമിൻ്റെ സൈസ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനും 12x12. അതേ ഒരു രീതിയിലാണ് ഇതും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ കിച്ചൺ വന്നിട്ടുള്ളത്. 12x12 തന്നെയാണ് കിച്ചൻ്റെ സൈസ്. വാള് കംപ്ലീറ്റ്ലി ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വാർത്തിട്ടാണ് കേട്ടോ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിൽ തന്നെയാണ് കിച്ചൻ്റെ ക്യാബിനറ്റ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എച്ച് പ്രൊഫൈൽ ഹാൻഡിലാണ് നൽകിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ്. ഒരുപാട് സ്റ്റോറേജ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് റെഫ്രിജറേറ്ററിന്റെ സ്പേസ് വന്നിട്ടുള്ളത്. ഇവിടെ പിന്നെ സ്റ്റോർ റൂമിന് പകരമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ടേക്ക് ഗ്രിൽസ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി വർക്ക് ഏരിയയിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. ഇടുങ്ങി പിടിച്ചങ്ങാണ്ടുള്ളതല്ല, ഗ്രിൽസ് ആണ് നൽകിയിട്ടുള്ളത്. എല്ലാ ഭാഗത്തും വെന്റിലേഷന് വേണ്ടിയിട്ട് കുറച്ച് വെൽസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രിൽസ് കൊടുത്തതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ പാറ്റ, ഒച്ച് അങ്ങനത്തേൻ്റെ ഒക്കെ ശല്യം വരൂലേന്ന്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ചെറിയ നെറ്റൊക്കെ ഉണ്ടല്ലോ, അത് കൊടുക്കുക. ഇപ്പോൾ വിൻഡോസിൻ്റെ ഭാഗത്തൊക്കെ കൊതുവിൻ്റെ ശല്യം ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടീമിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ആ കോൺടാക്ട് നമ്പർ കൂടെ കൊടുക്കാം. ഇനി മുകളിലത്തെ ഭാഗം ഭാവിയിൽ എടുക്കാൻ പാകത്തിനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ.